അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഈവനിങ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നപ്പോഴാണ് ചായപാത്രം പുറത്തിരിക്കുന്ന ഓർമ്മ കേട്ടോ. പിന്നെ ഞാൻ നേരെ ഇറങ്ങി ചായപാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ തന്നെ എന്തിനു വേണ്ടി കൊണ്ടുവച്ചേക്കുമായിരുന്നു കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് ഒരുങ്ങിയതല്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിഷ്ണുണ്ട്, അമ്മയുണ്ട്. അമ്മയില്ല, അമ്മ തൊഴിലുറപ്പിന് പോയിക്കാണ്, എത്തിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള ചായ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് വിഷ്ണുട്ടൻ വന്ന് വെള്ളമൊക്കെ എടുക്കുന്നു. എനിക്കിങ്ങനെ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അളന്ന് ഇതാക്കിയിട്ടൊക്കെ എടുക്കത്തില്ല. എനിക്ക് അങ്ങനെ എടുത്താലേ എനിക്കൊരളവ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് അതിൻ്റെ ഒരു അളവ് കിട്ടില്ല എത്ര ആൾക്ക്. അപ്പോൾ വിഷ്ണുനോട് ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് തന്നിട്ട് ഏട്ടനങ്ങ് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഉണ്ടാക്കുന്ന പരിപാടി ഇഷ്ടമല്ല. ഇഷ്ടം മീൻസ് ചായ ഉണ്ടാക്കാനും വെക്കുന്നതൊക്കെ എനിക്കിഷ്ടം. പിന്നെ അത് തിളയ്ക്കുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ, അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത. ആ സമയത്ത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നത് ചായ പരിപാടി തകൃതിയായി നടക്കും. അവിടെ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു കേട്ടോ. എനിക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. അതായത് ഇവിടുന്ന് പാലോ ചായ ഞാൻ കുടിക്കാറില്ല. എനിക്ക് ഇവിടുത്തെ ഒരു ടേസ്റ്റ് പറ്റാറില്ല. എനിക്ക് പാക്കറ്റ് പാലിൻ്റെ ആണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് എപ്പോഴും കട്ടനാണ് ഇട്ട് കുടിക്കാറുള്ളത്. ഞാൻ പാലോ വെച്ച് അങ്ങനെ ഇട്ട് കുടിക്കാറില്ല. എന്നാൽ എനിക്ക് ഒത്തിരി സമയം കുറച്ച് പൊടിയോ കൂടുതലിട്ട് ഒത്തിരി തവണ തിളപ്പിച്ച് ഒക്കെ എടുത്താൽ പിന്നെയും എനിക്കിഷ്ടമാണ്. നേരത്തെ എപ്പോഴും ഇല്ല. പക്ഷെ കാപ്പി എനിക്ക് ഓക്കെയാണ് കേട്ടോ. കാപ്പി എനിക്ക് നല്ല ഇഷ്ടമാണ്. പാൽ കാപ്പി ഉണ്ടല്ലോ, കാപ്പി എനിക്ക് ഇഷ്ടമാണ്. കാപ്പി ഇട്ടിട്ടൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അമ്പടു വാ, ഓടി വാ, സൂപ്പർ ഓടു, സൂപ്പർ ഗൈസ്. ഒരു മിനിറ്റ് പറയട്ടെ അമ്മേ, പറഞ്ഞു കൊടുക്കട്ടെ ഗൈസ്. ഇത് അമ്പുടുവിൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. അത് നമ്മുടെ ലവ്ലാപ്പിൻ്റെ സ്വിംഗ് കാറാണ്. ലവ്ലാപ്പിൻ്റെ സ്വിംഗ് കാർ, ലവ്ലാപ്പിന്റെ സ്വിംഗ് കാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലവ്ലാപ്പിന്റെ തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ ലവ്ലാപ്പിന്റെ കാസൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയാണ് ലവ്ലാപ്പിന്റെ. നിൽക്കും ഒരു മിനിറ്റ്. ലവ്ലാപ്പിന്റെ ഈ ഒരു വണ്ടി എന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ 100% ഞാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സത്യം പറഞ്ഞാൽ ലവ്ലാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വണ്ടി വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എത്ര വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് നോർമലി പറഞ്ഞിട്ടുള്ളത് 3 years+ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അമ്പടുവിന് 2.5 വയസ്സായിട്ടുള്ളൂ. അവൻ നല്ല അടിപൊളിയായിട്ട് ഈ വണ്ടി ഓടിക്കും കേട്ടോ. നമുക്കിപ്പോൾ അങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും വീഴോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ടതായി. അപ്പോൾ അതാ കണ്ടോ, ഇതാ ഇതുപോലെ ഈ ഒരു സംഭവം വരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇത് വന്നിട്ട് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ തട്ട് എന്തെങ്കിലും ചെയ്താലും മുറിയോ അങ്ങനത്തെ ടെൻഷനും നമുക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ അവർ വണ്ടി എടുക്കുന്ന സമയത്ത് അവർക്ക് കാല് കയറ്റി വെക്കാത്ത ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഗ്രിപ്പുണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ അങ്ങനെ അതുകൊണ്ട് അത് തെന്നിപ്പോവുക കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇരുന്നോ. പിന്നെ ഈ ഒരു സംഭവം വന്നിട്ട് ഒട്ടും ഹാർഡല്ല കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പെട്ടെന്ന് നമ്മൾ ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും പോവാതിരിക്കുമ്പോഴത്തേനും നമ്മൾ വീണ് പോവോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വീലാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ അയ്യോ കറക്കരുത്. ഇത് 1 2 3 പിന്നെ 3 വന്നിട്ടുള്ളത്. പിന്നെ അടിയിലും വന്നിട്ട് ഇതാ 2 ഇങ്ങനെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൈ കിട്ടുമ്പോഴത്തേനും നമുക്കത് ഇതും കൂടെ 2ആയിട്ടാണ് കിട്ടുന്നത്. ഇത് നോർമലി ഇതിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അതായത് ഇത് കണ്ടോ, നോർമലി നമ്മളൊന്ന് തിരിച്ച് നമുക്കതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അത് സെറ്റാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 2.5 വയസ്സ് തൊട്ടിട്ടൊക്കെ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വേണം അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അത് മാത്രമല്ല lovelab.com അവരുടെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയ്ക്കുള്ള ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് ഞാൻ ആ തവി വെച്ചിട്ട് ഒഴിക്കുന്നത് വെച്ചാൽ ആ തവിയാണ് എൻ്റെ ഒരു ഗ്ലാസിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ആ തവി ഒഴിച്ച് അമ്മയ്ക്കുള്ളത് മാറ്റി എടുത്ത് വെക്കും. കാര്യം അമ്മയ്ക്ക് മധുരമില്ലാതെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത് പിന്നെ ഒന്നുകൂടെ ഞാൻ ചായ പിന്നെയും അതിൻ്റെ പുറത്തന്നെ വെച്ചിട്ട് ഇച്ചിരി മധുരം കൂടെ ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കും. ചായ ഓടിവാ. ചായ എവിടെയുണ്ട് വാ. ടോബിനെ തുറന്നു വിട്ടേക്കുവാണോ? വാമ്പടോ വേണ്ട, നീ എടുത്തോ. വേണം വേണം വേണം. മൗഗിളി വരുന്നുണ്ട്.
ചിപ്സ് ഗൈസ് ഏത് വേണേലും എടുക്കാം, ഏത് വേണേലും ഉണ്ട്. അതിനുശേഷം ഞാൻ വിഷ്ണുവിനോട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചു. മുറ്റം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ. കാര്യം വലിയ മുറ്റം, നമ്മളിങ്ങനെ ചുമ്മാ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അമ്പുടിന് ചായ ഇട്ടൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഇച്ചിരി ചായ ബാക്കി ഉണ്ടായിരുന്നു. അമ്പുടിന് വെച്ചാൽ അപ്പോൾ ഞാൻ ആ ചായ ഇരുന്നിട്ട് ഇതും കൂട്ടിയിട്ട് അങ്ങനെ കുടിക്കുമായിരുന്നു കേട്ടോ. വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങനെ ഞാൻ കുടിച്ചു. പൊന്നേ എന്തെടുക്കും നമ്മുടെ വാവ? ചിപ്സ് തിന്നുന്നോ? അയ്യോ ഒന്നെങ്കിൽ വാ അമ്മയുടെ അടുത്ത് വാ, അമ്മ അവിടെ വന്നിരിക്കാന്ന. ശരി ശരി, അതപ്പുറം കൊടുക്കാൻ പോവാ ഗൈസ്. അവൻ അമ്പുടൂന് സൈക്കിൾ ചവിട്ടാൻ അറിയാം കേട്ടോ. അതായത് 2 ചക്രത്തിലല്ല, ഇങ്ങനെ 4 ചക്രത്തിൽ സൈക്കിൾ ചവിട്ടാൻ അമ്പുടൂന് അറിയാം കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് തന്നെ കിടൂൻ്റെ സൈക്കിളിൽ ചവിട്ടി അവനത് അറിയാം. പക്ഷേ അത് കാരണം ഞങ്ങൾ വീട്ടിൽ ഇവിടെ അവനൊരു സൈക്കിൾ മേടിച്ചു കേട്ടോ. ഇൻ്റർലോക്കിൻ്റെ പരിപാടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അവന് സൈക്കിൾ മേടിക്കുന്നത്. കാരണം ഇൻ്റർലോക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചവിട്ടാലോ എന്ന് എഴുതിയിട്ട് ഇപ്പം ഞങ്ങൾ അവനങ്ങനെ പ്രോത്സാഹിപ്പിക്കണം വെച്ചാൽ ചില സമയത്ത് അവന് ചെറിയ പേടിയുണ്ട് ചവിട്ടാൻ. കാര്യം ഇവിടെ ഇങ്ങനെ ഗ്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവന് അതിന് വീഴോ ചോദിക്കും. പിന്നെ അവനങ്ങ് സെറ്റായിട്ടോ. അപ്പോൾ മുറ്റത്ത് കുറേ ഇങ്ങനെ മറ്റേ നമ്മുടെ കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് തൂക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. തൂക്കാൻ തുടങ്ങുമ്പോഴാണ് കൈസ് ഒത്തിരി തൂക്കാനുണ്ട്. നമ്മൾ തൂത്ത് കഴിയുമ്പോൾ ഇന്നിപ്പോഴൊന്നും തീരത്തില്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇൻ്റർലോക്കും കൂടെ വന്നപ്പോൾ തന്നെ നമ്മുടെ മുറ്റൊക്കെ അങ്ങ് വളർന്ന് വലുതായി. കാരണം ആ സൈഡുണ്ടായിരുന്ന ആ ഒരു തിട്ടിൻ്റെ നമ്മുടെ ആ ഒരു ഇതുണ്ടോ അവിടെ ഇരിക്കുന്നതിൻ്റെ നേരെ താഴത്ത് നമ്മുടെ പഴയ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. അവിടെ ചെടി വെക്കാനായിട്ട് കുറച്ച് നീളത്തിലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ സൈഡിലും കുറേ ചെടി വെച്ചതുകൊണ്ട് നമുക്ക് ചെറുതായിരുന്നു. ആ കാണുന്ന പട്ടിക്കൂടെടുത്ത് മാറ്റുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിഷ്ണുവേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വന്നപ്പോഴത്തേനും മുറ്റം ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഗൈസ് ഞാനും എൻ്റെ വിഷ്ണുവേട്ടനും പോവാണ് ആ മുറ്റത്തുനിന്ന് ഈ പറമ്പ് വരെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഞാൻ വണ്ണം വെച്ചു, പക്ഷെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ അടുത്ത ജിമ്മിൽ പോകുന്ന വ്ളോഗ് ഇടും. എന്താ ഏട്ടൻ്റെ അഭിപ്രായം? സെറ്റ്. വാ അമ്മയുടെ കൂടെ വാ ഗൈസ്. ഇവിടെ കപ്പയുണ്ട്, പയറൊക്കെ പോയല്ലേ അപ്പി? പയറൊക്കെ പോയി ഗൈസ്. ഇവിടെ എല്ലായിടവും നിറച്ച് കൃഷിയായിരുന്നു. ലീലാമ്മയുടെയും ജയാമ്മയുടെയും ഫുള്ള് കൃഷിയായിരുന്നു. പക്ഷേ കപ്പയുണ്ട്, പക്ഷെ പയറും ഇതൊക്കെ തീർന്നു പോയി. ചീര ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ചീര ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ചീര. ഇവിടെ ഞങ്ങളങ്ങ് നികത്തി ഗൈസ്. നിങ്ങളൊന്നും കണ്ടു കാണില്ല. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതങ്ങ് നികത്തിയിട്ടു. അതൊരു നല്ല ഭംഗിയില്ല ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാരായി വരുന്നത്? എൻ്റെ ദൈവമേ, ചെരുപ്പിട്ടാ? ചെരുപ്പ് എവിടെ? എടപ്പി വടി അടിയപ്പി അവൻ്റെ ചന്തിക്കിട്ടിട്ട്. അതിനുശേഷം ഞാനും വിഷ്ണുവേട്ടനും കൂടെ നമ്മൾ അമ്പലപ്പുഴ പോയി. കാര്യം ജിമ്മിലിടാൻ വേണ്ടിയിട്ട് 2-3 പാൻറ്റും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 പാൻറ്റ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടൻ പറഞ്ഞു നമുക്ക് അമ്പലപ്പുഴ കടയിൽ നിർത്തരാൻ പറഞ്ഞു. വിഷ്ണുവേട്ടൻ നോക്കി എനിക്ക് എടുത്തുതരായിരുന്നു ഏതാണ് കംഫർട്ട് ആവുക എന്നുള്ള രീതിയിലൊക്കെ വിഷ്ണുവേട്ടൻ നോക്കി 3 പാൻറ്റും 3 ടീഷർട്ടും കൂടെ എനിക്ക് എടുത്തുതരായിരുന്നു കേട്ടോ. നമ്മൾ ജിമ്മിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഏട്ടൻ പുറത്തുനിന്ന് ഏട്ടനെ പോയിട്ടുണ്ട്. ഏട്ടനറിയാം അതിൻ്റെ നല്ലത് ഏതാണെന്നൊക്കെ. അത് കാരണം ഏട്ടൻ അങ്ങനെ നോക്കി എടുക്കുമായിരുന്നു കേട്ടോ എനിക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടൊരു മടുപ്പ് തോന്നി. കാരണം കുറേ നാളായില്ലേ വീട്ടിൽ പോയി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് സ്കിപ്പ് ചെയ്ത് നല്ല രീതിയിൽ ജങ്ക് ഫുഡ് അടിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വെയിറ്റ് കൂടിയത്. 3-4 കിലോ കൂടി ഞാൻ. അപ്പോൾ എനിക്കത് കുറയ്ക്കണം എന്നുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് കുറയ്ക്കാൻ എനിക്കൊരു മടി. അതാണ് ഞാൻ പിന്നെ എന്തായാലും ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. 2 മിനിറ്റോ? 2 മിനിറ്റ്. അമ്മ അമ്പുടൂന്ന് വിളിക്കുമ്പോൾ അമ്പുടു ഓടി വരണം. ഓക്കെ ശരി. അതവിടെ കിടന്നോട്ടെ, പോയിട്ട് വാ ഗൈസ്. അവനാണെന്നുണ്ടെങ്കിൽ കളിയെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഇച്ചിരി നേരം ജാമ്മയുടെ കൂടെ പോയിരുന്നിട്ട് ആന കാണട്ടെ എന്നാണ് എന്നോട് ചോദിച്ചത്. 2 മിനിറ്റ് കണ്ടിട്ട് അമ്പുടൂ വാതിൽ ചാരിയിട്ട് പോവോ? ഓ അമ്പുടു അടച്ചാൽ മതി. അങ്ങനെ അപ്പോൾ ഞാൻ 2 മിനിറ്റ് കണ്ടിട്ട് ഇങ്ങ് വരണേന്ന് പറഞ്ഞപ്പോൾ 2 മിനിറ്റ് കാണാൻ വേണ്ടിയിട്ട് പോർക്കാണ് കേട്ടോ അവൻ. ഇനിയിപ്പോൾ ഞാൻ അവനെ ഇവിടുന്ന് അമ്പുടൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം ഇങ്ങോട്ട് ഓടി വരും. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചിട്ടേ പോയിരുന്ന് അവൻ കാണുള്ളൂ ഗൈസ്. അവനറിയാം ഫോണിൽ ഒത്തിരി നേരം കാണുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്തേക്ക് ഞാൻ കണ്ണു പൊട്ടിപ്പോവും, അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊടുത്തേക്കാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യം ഒത്തിരി സമയം ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനായിട്ട് വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ഫോണിൽ വല്ലാതെ കാണിക്കാറില്ല. കാണുകയാണെങ്കിലും ടി വിയിൽ അവൻ കാണാറുള്ളൂ. അപ്പോൾ ഇവൻ കുറച്ച് നേരം ഈ ജാമയുടെ കൂടെ ജാമയുടെ മടിയിലൊക്കെ പോയിരുന്ന് കാണും. അപ്പം അങ്ങനെ ഫോണിൽ ഇച്ചിരി നേരം എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവന് അങ്ങനെ മടിയിലൊക്കെ കുറച്ച് നേരം അമ്മയുടെ ആണെങ്കിലും ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവനിങ്ങനെ ഓടി നടന്ന് അവരുടെ കൂടെ കളിക്കുക എന്നല്ലാതെ
ഒരാളെ മടി കയറി അവൻ അങ്ങനെ ആരുടെ ഇരിക്കാറില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ ജയാമ്മ ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു തൊഴിലുറപ്പിലെ ചേച്ചിമാരെല്ലാവരും കൂടെ ഒരു 1 ഡേ ട്രിപ്പ് അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് 2-3 ചുരിദാറുകൾ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മ വാ നമുക്ക് ഒരുമിച്ച് കയ്യോടെ അമ്മേനെയും കൂട്ടിയിട്ട് സ്റ്റെഫി ചേച്ചിയുടെ അടുത്ത് പോവാം, എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ കൊണ്ടുപോയി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസോ അല്ലെങ്കിൽ ടൈറ്റോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നാളെ അമ്മയ്ക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുതന്നെ അമ്മേനെയും കൂട്ടി നേരെ സ്റ്റെഫി ചേച്ചിയുടെ അടുത്ത് പോയി ഷേപ്പ് ചെയ്ത് ഞാനൊരു ചൂലൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഗൈസ്.